എല്ലാവർക്കും മേജർ ടെക് ആൻഡ് ട്രാവലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ജയന്റ് ബബിൾ മേക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. അതും വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്. എന്തായാലും നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ ജയന്റ് ബബിൾ മേക്കിംഗ് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നിർമ്മിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര നല്ല രീതിയിൽ തന്നെ ഒന്ന് ലയിപ്പിച്ചെടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ പഞ്ചസാര ലയിപ്പിക്കുമ്പോൾ ഒരു തരി പഞ്ചസാര പോലും അവിടെ അവശേഷിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് ആ ഒരു പഞ്ചസാര ഡിസോൾവ് ചെയ്യിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 3 ടേബിൾ സ്പൂൺ ഡിഷ് വാഷ് ജെൽ ആ ഒരു ഷുഗർ സൊല്യൂഷനിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഡിഷ് വാഷ് ജെൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ ഡിഷ് വാഷ് ജെല്ലിന് പകരമായിട്ട് ഷാമ്പുവോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റോ യൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഡിഷ് വാഷ് ജെൽ യൂസ് ചെയ്താൽ മാത്രമേ മാക്സിമം റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഡിഷ് വാഷ് ജെല്ല് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ഡിഷ് വാഷ് ജെൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൊല്യൂഷൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്കിത് യൂസ് ചെയ്ത് ബബിൾ നിർമ്മിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നമ്മുടെ സൊല്യൂഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ടൈലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നല്ല രീതിയിൽ കൈ യൂസ് ചെയ്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് വിടുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു സ്ട്രോ എടുത്തതിന് ശേഷം ആ ഒരു സൊല്യൂഷനിൽ മുക്കി ഇതേപോലെ ടൈലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ജയന്റ് ബബിൾസ് നിങ്ങൾക്കും നിർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. തീർച്ചയായും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നല്ലൊരു കിട്ടുന്ന വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്മൽ, സൈനിങ് ഔട്ട്.